ഗൈസ് നമ്മളെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ പാർട്ട് 3 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ആരും പാർട്ട് 2 ഒന്നും കണ്ടിട്ടില്ല. കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്ത് കണ്ടിട്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്താ പറയുക, ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, അവിടെ എന്തോ ഒബ്ജക്റ്റീവൊക്കെ വന്നിട്ടുണ്ട്. പർച്ചേസ് ഫ്രിഡ്ജ് ഓർ ഷെൽഫ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതാണ് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം പ്രൊഡക്റ്റ് ലൈസൻസ് ഒക്കെ വെച്ചിട്ട് വാങ്ങിച്ച നമ്മളെ എന്തായാലും അതിൻ്റെ പേര് ആ സാധനം, മറ്റേ കറുത്ത സാധനം. അത് നല്ല പൈസ കിട്ടും ഗൈസ്. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ $15, ഇവിടെ വന്ന് നോക്കുമ്പോൾ $6 വിൽക്കുകയും ചെയ്യണം. അതെന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പൈസ കൂടുതൽ ചിലവാകുന്നുണ്ട്, അതിനാണ് ഏറ്റവും പൈസ കൂടുതൽ. അപ്പോൾ ഇവിടെ ആരാന്നറിയില്ല, നമുക്ക് പൈസ തിരിച്ചു കൊടുക്കാം. ആരും വന്നിട്ടുണ്ട്, അത് മാത്രം. എന്താ വാങ്ങിച്ചതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. നേരെ ഞാൻ ബില്ലടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, $19 ഒരു ചേട്ടനായിട്ടാണ്. ഇതൊരു അമ്മൂമ്മ $4. കുഴപ്പമില്ല. നേരത്തെ വന്നവന് $90 ഒറ്റ വാങ്ങിച്ചിക്ക്. 90 സെൻറ്റോ $90 ഒറ്റ. ഓക്കെ അതായിട്ടുണ്ട്. ഇനി അത് കൊടുത്ത് ഓക്കെ ഷുഗർ, ഓയില്, മറ്റേ ചോക്കോസ്. ഓക്കെ $16 ടോട്ടല്. നമ്മൾ കുറച്ച് കത്തിയ വിലയാണ്. കത്തിയ വില എന്ന് പറയാനൊന്നുമില്ല, എന്നാലും 22 എന്ത് പറ്റാത്ത. നമ്മൾ പോയിൻ്റ് ഇട്ടില്ല ഗൈസ്, പോയിൻ്റ് ഇട്ടില്ല. അതാണ് നമുക്ക് അത് പറ്റാണ്ടിരുന്നത്. ഓക്കെ, ഇവർ നമ്മളെ പുതിയ സാധനമായ ആ സാധനം 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി സെൻറ്റാണ് കൊടുക്കാനുള്ളത്. സെൻറ്റ് എത്ര സെൻറ്റാ? ഓക്കെ, അത്രയേ ഉള്ളൂ. ഇത് ഒരെണ്ണം, ഇതൊരെണ്ണം, പിന്നെ ഇത് ഓക്കെ കഴിഞ്ഞില്ലേ. അത് തിരിച്ചെടുത്തിട്ടേ, അത് കുറച്ച് കൂടുതലായിപ്പോയി പൈസ. ഇത് ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസിനെ. നമുക്ക് പോയിട്ട് ലൈറ്റ് ഇടാം. ലാസ്റ്റ് രാത്രി കണ്ണ് കാണാണ്ട്. ഇതെന്ത് വീണ്ടും 2 നമ്മൾ എല്ലാ സാധനവും തീർന്നിട്ടോ. ഇവർക്ക് പൈസ തിരിച്ചു കൊടുക്കേണ്ട, ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, ഒരു കാർഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. $9.97. ഓക്കെ, ഇനി നമ്മൾ ചോക്കോസും ബ്രെഡാണ്. എത്ര? $40. ഇതെന്താന്ന്? ഇവരെന്തിനാ വന്നേടെ? കാശ് വാങ്ങാനാ? ഓക്കെ, അത് പറഞ്ഞിട്ടിട്ടുണ്ട്. ഒരു ടീ ബാഗ്, ഒരു ബ്രെഡോ. ടീ ബാഗാണോ ടീ പാക്കാണോ അല്ലെങ്കിൽ ചായപ്പൊടിയാണോ എന്നൊന്നും അറിയില്ല. ഓക്കെ, 78 ഓക്കെ, അത് പറഞ്ഞിട്ടു. ഓക്കെ, ക്യാഷ് $10. 5 രണ്ടെണ്ണം അല്ല, വേണ്ട ഗൈസ്. ഇവിടെ ഒരു $10 ഇല്ലേ, ഞാൻ എന്തിനാ 5 എണ്ണം കൊടുക്കുന്നത്? ഓക്കെ, ഇതിൻ്റെ പൈസ $10 നമ്മൾ തിരിച്ചു കൊടുക്കുക. ഇനി 25 സെൻറ്റാണ്. ഒരു പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്രെഡാണ്, കാർഡാണ്. ഓക്കെ, നമുക്കൊരു $3.97. ഓക്കെ, ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം ഗൈസ്. ഇന്നത്തേക്ക് ഇത്ര മതി എന്നാണ് തോന്നുന്നത്. എല്ലാം ക്ലോസ് ചെയ്യാം ഗൈസ്. നമ്മളെങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ക്ലോസ്. ഓക്കെ ഗൈസ്, നമ്മൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ചിലവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തോ പൈസ ഒക്കെ കാണിക്കുന്നുണ്ട്. കുറഞ്ഞതും ഗൈസ്, അല്ല കുറഞ്ഞതും കൂടിയതും. ഇവിടെ ബ്രെഡിൻ്റെ എന്തോ താഴോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞതാണ്. കുറഞ്ഞ ഗൈസ്. 97 ഉള്ളത് 84 ആയി. ആകെ 3.97 ഇതൊക്കെ കിട്ടുന്നുള്ളൂ.
അതിനൊരു 84 ആക്കിയത് കാരണം നഷ്ടത്തിലാണ് കേസ് പോകുന്നത്. ഞാൻ കുറയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് ഒന്നും അധികം വരില്ല കേസ്, അതാണ് ഞാൻ കുറയ്ക്കുന്നതിൻ്റെ കാരണം. അല്ലെങ്കിൽ ഞാൻ കൂട്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങൾ വാങ്ങാം. ഓക്കെ ഗേസ്, നമ്മളിവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗേസ്. ഇനി നമ്മൾ ഇന്ന് ഒരു സാധനം കൂടി വാങ്ങുന്നുണ്ട്, പാസ്ത എന്ന് പറയുന്നത്. എല്ലാവരും പാസ്ത വേണമെന്ന് പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടവർക്കറിയാം, പാസ്ത വേണമെന്ന് പറഞ്ഞ് പോയിരുന്നു. ഓക്കെ, നമ്മൾ എല്ലാ സാധനവും വെച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ $168 നമ്മളെ കയ്യിലുള്ളൂ. നമ്മുടെ ഷുഗർ ഇവിടെ വെക്കാം. ഓക്കെ, ഷുഗർ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു കടയാണ്, നമുക്കിത് വലുതാക്കണം ഗൈസ്. നമ്മളെ പുതിയ സാധനമായ പാസ്ത ഇവിടെ വെക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ പാസ്ത ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് സാധനം എടുക്കാം. നമ്മുടെ ഓയിലാണ് ഗൈസ്, ഓയിൽ ഇങ്ങോട്ടേക്ക് വെക്കാം. ഓക്കെ, അത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേറെ സാധനമായ വേറെന്താ ഉള്ളത്? ഓ ഗൈസ്, നമുക്ക് ഫ്ലോറിൻ്റെ സെറ്റ് ചെയ്യണം. കാരണം നമ്മൾ കഴിഞ്ഞതിലൊക്കെ ഇത് വാങ്ങിയോ, പക്ഷേ അത് നമ്മൾ പാർട്ട് 2 കണ്ടവർക്കറിയാം അത് എന്താ സംഭവിച്ചു പോയെന്ന്. ഇപ്പോൾ പാർട്ട് കണ്ടിട്ട് വരാൻ പറഞ്ഞാൽ അതാണ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. പാർട്ട് 1 ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിരുന്നു, പാസ്ത ഫ്ലോർ ഇതൊക്കെ. പക്ഷെ പാർട്ട് 2 എന്താ സംഭവിച്ചതെന്ന് കണ്ടിട്ട് വന്നോളി ഗൈസ്. കണ്ടിട്ട് ഈ പാർട്ട് 3 കണ്ടാൽ മതി ഗൈസ്, എന്നാലാണ് മനസ്സിലാവുള്ളൂ എന്താണ് കഥ നമ്മളെ സംഭവിച്ചതെന്ന്. ഓക്കെ, നമുക്ക് ബ്രെഡ് ഇവിടെ ആക്കാം ഗൈസ്. ബ്രെഡ് പിന്നെ 2 ഇവിടെ വിറ്റ് പോകാതെ ഇരിക്കുന്നുണ്ട്. പിന്നെ ബാക്കി 2 ബാക്കിയുണ്ട് ഗൈസ്. നമുക്കത് ഇങ്ങോട്ടേക്ക് വെക്കാം. ഇവിടെ സൈഡിലായിട്ട് വെക്കാം. ഇവിടെ വെക്കാം ഗൈസ്, ഇവിടെ വെക്കാം. ഓക്കെ, അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സാധനമായ ചോക്കോസ്. പിന്നെ നമുക്ക് ആ പ്രൈസും സെറ്റ് ചെയ്യണം ഗൈസ്, അല്ലെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ടു. ഓക്കെ, അതവിടെ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അത് സേവ് ചെയ്തിരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാം പോയി. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത പൈസയൊക്കെ പോയി. ഇപ്പോൾ $0.99 ഗൈസ്. അത് മാറ്റാം നമുക്ക്. അല്ല, $3 അല്ല 12 സെൻറ്റാണ് ഗൈസ്. 32 അല്ല, 32 ഞാൻ പോയി. 12 സെൻറ്റാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ പൈസ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പോയിട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇരിക്കാം ഗൈസ്, ഇവിടെ ഇരിക്കാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ കൗണ്ടറിലൊക്കെ ഇരുന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ വരുന്നവർ വെയിറ്റ് ചെയ്യാം. അതെ, ഫസ്റ്റ് കസ്റ്റമർ വന്നു ഗൈസ്. നമുക്ക് ബില്ലടിച്ചു കൊടുക്കാം. ബില്ല്. ഓക്കെ, ഒരു പാസ്ത അല്ല 2 പാസ്ത ഒരു ഫ്ലോറുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് $40 പിന്നെ ഇത് ഒരു. ഓക്കെ, അടുത്ത ആൾ ഇവിടെ വന്നിട്ടുണ്ട്, അയാൾക്കും ബില്ലടിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കിനി പൈസ അടിച്ചു കൊടുക്കാം. 5 സെൻറ്റ്, 1 സെൻറ്റ്. ഓക്കെ, അതിങ്ങനെ പറഞ്ഞിട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു പെണ്ണാണ്. എത്ര $3 $3 ഗൈസ്. $3 പിന്നെ 50 25 പിന്നെ 1. ഓക്കെ, 2 ഷുഗറും 2 പാസ്തയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ബില്ലടിച്ച് കഴിയട്ടെ, എന്നിട്ട് വരാം ഗൈസ്. ഇത് കുറേ പേര് വരുന്നുണ്ട് എന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ചൊക്കെ ബില്ലടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുറച്ച് സാധനമൊക്കെ തീർന്നിട്ടുണ്ട്, നമുക്കത് ഓർഡർ ചെയ്യാം. ഓക്കെ, നമ്മളെ പാസ്തയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഇതൊന്ന് ബില്ലടിച്ച് കൊടുക്കട്ടെ ഗൈസ്. ഇത് ഭയങ്കര തിരക്കാണ് ഗൈസ്. ഇപ്പോൾ ലാസ്റ്റ് ഇയാൾ ഇറങ്ങിപ്പോയാലും വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ബില്ലടിക്കുന്നത്.
ഈ ചേഞ്ച് കൊടുക്കില്ലെങ്കിൽ ഈ ഗെയിം സൂപ്പറായാണ്. ഇതാണ് ചേഞ്ച് കൊടുത്ത് മടുത്ത്. ഇന്നാണെങ്കിൽ ഫുള്ള് കസ്റ്റമേഴ്സാണ്. കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ. അവിടെ പാസ്ത ആദ്യം കൊണ്ടുപോയി വെക്കട്ടെ, അല്ലെങ്കിൽ എല്ലാവരും പാസ്ത ഇല്ലയെന്ന് പറഞ്ഞ് പോവും. ഇവിടെ വെക്കാം. ഓക്കെ, നമ്മളെ പാസ്ത അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഓടിപ്പോയി ബില്ലടിച്ച് കൊടുക്കട്ടെ എല്ലാവർക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാവരും കൂടി ഇറങ്ങിപ്പോവും. എൻ്റെ ഇത്രയും കസ്റ്റമേഴ്സോ? ഓക്കെ, നമ്മൾ കാർഡ് ഇങ്ങോട്ടാ. ഓക്കെ, കാർഡ് $13 ആൻഡ് $13.13. ചീസ് ഇല്ലയെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ചീസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല ഗൈസ്. ചീസ് ഓർഡർ ചെയ്യണം. നമ്മളെ കയ്യിൽ ഇപ്പോൾ $265 ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി ബില്ല് അടിച്ചു കൊടുക്കാം. $7.68. ഓക്കെ, അത് ബില്ലടിച്ചു കൊടുത്ത് 3 സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്. കാർഡാണ് ഇപ്പോൾ തരുന്നത്. അതിനെക്കൊണ്ട് പെട്ടെന്ന് ബില്ലടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അയാളും പറഞ്ഞിട്ട് 2 ചോക്കോസും പിന്നെ ഒരു ഷുഗറാണ് വാങ്ങിച്ചിരിക്കുന്നത്. $17.71 ഗൈസ്. 71 സെൻറ്റ്. ഓക്കെ, അതിനെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താന്ന്? ഗൈസ്, പൈസയാണ് ഇവർ തന്നിരിക്കുന്നത്. ഇനി ഇത് തിരിച്ചു കൊടുക്കാനുള്ള പാട് മാത്രമേ ഉള്ളൂ. കാരണം എന്താണെങ്കിലും ഈ ഗെയിമിൽ ഞാൻ സഹിക്കും, പക്ഷേ ഈ പൈസ കൊടുക്കൽ ഞാൻ സഹിക്കൂല. ഇവരെന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? ഇവർക്ക് കറക്റ്റ് ഡോളർ തന്നൂടെ? അതിനെന്ത് ഇവർക്ക്? ചില ചേഞ്ചിന് വേണ്ടി മാത്രമായിട്ട് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനിത് പറഞ്ഞിടാം. ഒറ്റ ഇത് കുറച്ചിട്ടേ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ലാസ്റ്റ് കൂടുതൽ പൈസ കിട്ടുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ചോദിക്കണ്ട. ഓക്കെ, ഇത് ഞാൻ അപ്പോൾ അടിച്ച് തീരുമല്ലോ. ഇത് ഇന്നൊന്നും തീരുമില്ലെന്ന് തോന്നുന്നു. നാളെ രാവിലെയാണെന്ന് തോന്നുന്നു. കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിർത്തുന്നുമില്ല. ഓർക്കും ചീസ് വേണമെന്ന് പറയുന്നു. ഫുള്ള് പണിയായി ഗൈസ്. ഇപ്പോൾ രാത്രിയായി. അയ്യോ, ഒരു പാസ്തയാണ്. ഒരു പാസ്തക്ക് വേണ്ടി എങ്ങോട്ട് വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കേണ്ടത്. ഇത് ചേഞ്ച് കൊടുത്ത് എന്തൊക്കെയാന്ന് ഗൈസ്. ഇതൊക്കെ ഒന്ന് അടിച്ച് തീർക്കട്ടെ, എന്നിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മളെല്ലാം ബില്ലും അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുറച്ച് സാധനമുള്ളൂ. ഓയിലും പിന്നെ ഷുഗറുമാണ് ബാക്കിയുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്യണം. പിന്നെ ഇവിടെ 2 ബ്രെഡ് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഈഡിയയിൽ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുണ്ട് ഗൈസ്. അത് നമുക്ക് ഇവിടെ വെക്കാം. വേറെ ഒന്നുമില്ല ഗൈസ് നമ്മുടെ കയ്യിൽ. ഇനി നമുക്ക് വാങ്ങിയിട്ട് വേണം ഇവിടെ വെക്കാം ഗൈസ്. ഇവിടെ അല്ലേ സ്ഥലം. ഞാൻ അവിടേക്ക് എന്തിനു വെച്ച് ഇത് കളയണ്ടേ? കഴിഞ്ഞില്ലേ ഫുള്ളും. ഓക്കെ, അത് അവിടെ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളെ റിപ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ പൈസ കൂടിയതും കുറഞ്ഞതിൻ്റെയൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇനി ഞങ്ങൾക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യണം ഗൈസ്. അത് വേറെ കാര്യം. സാധനങ്ങളില്ലാണ്ട് എന്ത് ചെയ്യും? പിന്നെ ഗൈസ്, ഇവിടെ ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ പറഞ്ഞു. ഫ്രിഡ്ജിലേക്ക് ഒരു ഷെൽഫോ. അതിനുള്ള പൈസ ആയിക്കോന്നറിയില്ല. $400 ഉണ്ട്. ഇതെന്താണ്? ഫ്രിഡ്ജിൽ വെക്കുന്ന ഐറ്റംസ് അല്ല, നമ്മൾ ഷെൽഫാണ് വേണ്ടത്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. ഡിസ്പ്ലേ, കാറ്റഗറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രിഡ്ജ് എവിടെ? ഓക്കെ, ഇതിലിപ്പോൾ അവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. വേറെ ഫ്രിഡ്ജ് ഏതെങ്കിലും ഉണ്ടോ? താഴോട്ട് പോയി നോക്കാം ഗൈസ്. ഇതെന്താണ്? ഓക്കെ, നമുക്ക് മുകളിലോട്ട് പോവാം. കഴിഞ്ഞോ? ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, സിംഗിൾ ഫ്രിഡ്ജ്, പിന്നെ ഡബിൾ ഫ്രിഡ്ജ്, പിന്നെ ഫ്രിഡ്ജ് മിനി എന്ന് പറഞ്ഞിട്ടുള്ള 3 ഫ്രിഡ്ജാണ് ഗൈസ് ഉള്ളത്. നമുക്ക്
ആദ്യത്തെ ഫ്രിഡ്ജ് സിംഗിൾ വാങ്ങിച്ചാലോ ഒന്ന്. നമ്മൾ അധികം പൈസ കളയണ്ട. അതായത് നമ്മൾ ഫ്രിഡ്ജ് 1 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഫ്രിഡ്ജാണ് ഗൈസ്. നമ്മൾ ആദ്യത്തെ ഫ്രിഡ്ജാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഫ്രിഡ്ജ് ഇവിടെ എടുത്തിട്ടുണ്ട്. ചെറിയ പെട്ടിയിൽ ഇത്ര വലിയ ഫ്രിഡ്ജൊക്കെ എങ്ങനെ കൊണ്ടുപോയതാണ്. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് ഗൈസ്. ഈ ഇങ്ങറ്റത്തായിട്ടൊക്കെ അവിടെ വെക്കാം. അല്ലേ ഗൈസ്, നമുക്ക് വേറെ എവിടെയെങ്കിലും വെക്കണം. തൽക്കാലത്തിൽ ഇവിടെ തന്നെ വെക്കാം. വലിയ സ്ഥലമൊന്നും ഇല്ലല്ലോ നമ്മൾ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ആ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യണ്ടേ, എന്നിട്ടല്ലേ കാര്യമുള്ളൂ. നമുക്ക് പിന്നെ ഫ്രിഡ്ജിലുള്ള പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യാം. നമ്മൾ ഒരു വാട്ടർ ബോട്ടിലും ഒരു ചീസുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓർഡർ ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടാവും. യെസ്, വന്നു ഗൈസ്. ആദ്യം തന്നെ നമ്മുടെ ചീസ് എല്ലാവരും വാങ്ങണം. എന്തപ്പോൾ പറയാൻ, എല്ലാവരും ഇല്ലയെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ചീസ് ഇല്ല എന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വാട്ടർ ബോട്ടിലാണ്. വാട്ടർ ബോട്ടിൽ എന്ന് പറയുമ്പോൾ വെള്ളം കുടിക്കുന്ന ബോട്ടിലല്ല, മറ്റേ വെള്ളം ഇവിടെ വെക്കാം ഗൈസ്. ബാക്കി ഓക്കെ, നമ്മൾ ഇവിടെ വച്ചിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി കളയാം. ഇനി പ്രൈസ് സെറ്റ് ചെയ്യേണ്ട ഗൈസ്, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ട് പോകും. ഓക്കെ, ഡോളർ മൈനസായ കാര്യം അവിടെ കാണിക്കുന്നത്. നമുക്ക് മാർക്കറ്റ് പ്രൈസ് ഇടണോ അല്ല കൂട്ടി ഇടണോ എന്നാണ്. നമ്മൾ ഇവിടെ മാർക്കറ്റ് പ്രൈസ് ഇടാം, അല്ലെങ്കിൽ ലാസ്റ്റ് ആരെങ്കിലും വാങ്ങാണ്ട് പോയാലും. ഇതെന്ത് കുറഞ്ഞു പോകുന്നു. $3 4.43. യെസ്, അതാണ് പ്രൈസ്. അതവിടെ വച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ പ്രൈസ്, അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് തന്നെ ഇടാം. ഓക്കെ, നമ്മളത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രൊഡക്ട്സ് വാങ്ങണ്ടേ, നമുക്ക് ഇത് മാത്രം വാങ്ങിയാൽ പോരല്ലോ ഗൈസ്. ഓക്കെ, നമുക്ക് എല്ലാ സാധനവും വാങ്ങും ഗൈസ്. $101 ഇപ്പം തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സാധനങ്ങളില്ലാണ്ട് ആരെങ്കിലും വാങ്ങൂലല്ലോ, ആരും വരൂലല്ലോ. ഓക്കെ, നമ്മുടെ ഷുഗർ വാങ്ങണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇവിടെ കുറച്ചുണ്ടായിരുന്നു, കുഴപ്പമില്ല, വെക്കാം. ഫുള്ളാവട്ടെ ഗൈസ്. അല്ല, ഷുഗർ തന്നെയുണ്ട്, അത് ഇവിടെ വെക്കാം. ഫ്രിഡ്ജ് മാറ്റി വെച്ചാലോ എന്നാണ് എന്തൊരു ഇത്. അതിൻ്റെ മുമ്പേ എന്താ ചെയ്യുക, നമുക്ക് ഇവിടെ ഒരു പ്രൊഡക്റ്റ് ലൈസൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട ഗൈസ്. നമുക്കിവിടെ കസ്റ്റമേഴ്സ് മറ്റേ എന്തേലും ഹയറിങ് ചെയ്യാൻ പറ്റും ഗൈസ്. ഹയറിങ്, പക്ഷെ ലെവൽ 10ഉം 200 കംപ്ലീറ്റ് ചെയ്യണം ചെക്കൗട്ട്സ്, എന്നാലാണ് നമുക്ക് പറ്റുള്ളൂ ഗൈസ്. അതാണ് പാട്. അല്ല, നമുക്ക് എന്തായാലും ഇനി നമ്മുടെ സാധനങ്ങൾ എടുത്ത് വെക്കാം ഗൈസ്. സാധനങ്ങൾ ഓക്കെ, നമുക്ക് പോയി എടുത്ത് വെക്കാം ഗൈസ്. കുറേ അവിടെ ഉണ്ട് ഗൈസ്. എന്താ പറയുക, കുറേ ലെവൽ കഴിയുമ്പോൾ നമുക്ക് സ്പീഡ് കൂടിയത് സ്പീഡ് കുറഞ്ഞതൊക്കെ ഉണ്ട്. സ്പീഡ് കുറഞ്ഞതിൽ ഏറ്റവും ലെവൽ കുറഞ്ഞതാണ്. നമുക്ക് ഓരോന്ന് വാങ്ങണം ഗൈസ്. നമ്മളെ കൊണ്ട് ഇവിടെ ബില്ല് അടിച്ച് കഴിയുമ്പോഴത്തേനും ഒരു അരമണിക്കൂറെങ്കിലും എടുക്കുന്നു. നിങ്ങൾ കാണുന്ന ആകെ 25 മിനിറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും. പക്ഷേ ഇത് ഗൈസ്, ഇനി നമ്മൾ ഓയിൽ വാങ്ങണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം ഓയിൽ കുറേ ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് ബാക്കിയുള്ള സാധനം കൂടി വെക്കാം. നമ്മുടെ ഫ്ലോർ, മൈദ. ഓക്കെ, ഇത് ഇവിടെ വെക്കാം. ഇവിടെ അല്ല, എവിടെയായിരുന്നു അത്? അവിടെ. ഓക്കെ, നമ്മളെ മൈദ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനം കൂടി വെക്കാം. ബാക്കിയുള്ള സാധനമായ ബ്രെഡും 2 ഉണ്ട്. പക്ഷേ ബ്രെഡ് 2 ഉള്ളൂ പീസ്, അതാണ് പ്രശ്നം. ബാക്കി 2 ഇവിടെ ഉണ്ട് പീസ്. അതിങ്ങോട്ടേക്ക് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സാധനം എടുത്തിട്ട് വരാം.
നമ്മളെ മറ്റേ ചോക്കോസ് എപ്പോഴും നമ്മൾ ഫസ്റ്റ് തന്നെ വെക്കാറ് ഗൈസ്. കാരണം നമ്മൾ തുടങ്ങിയത് ഈ ചോക്കോസ് വെച്ചിട്ടാണ്. അതാണ് ഗൈസ്, നമ്മുടെ ചോക്കോസിൻ്റെ പവറാണ് നമ്മൾ ഇത്ര എത്തി വെക്കുന്നത്. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒറ്റ ക്ലോസ് ചെയ്ത് നിൽക്ക്. നമുക്കിപ്പോൾ ഇതല്ല, നമുക്ക് കുറേ സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാനുണ്ട്. നമ്മളൊരു സാധനം കൂടി ഓർഡർ ചെയ്യാൻ മറന്നിരുന്നു ഗൈസ്, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മറ്റേ ഇത് ടീ പാക്ക്, ഈ സാധനം അതാണ് ഞാൻ മറന്നു പോയത് ഓർഡർ ചെയ്യാൻ. ഞാൻ ആകെ ഇത് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് വെക്കാം. ഓക്കെ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൊണ്ടേ കളയാം. ഇനി നമുക്ക് നെക്സ്റ്റ് സാധനം വെക്കാനൊന്നും ഇല്ലല്ലേ. ഓക്കെ, നമുക്ക് ഇനി ഓപ്പൺ ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്കിനി ബില്ലടിക്കാൻ നിൽക്കാം. ഓക്കെ, അതിന് ഗൈസ് നമുക്ക് ഫ്രിഡ്ജിൻ്റെ സ്ഥലം മാറ്റാം ഗൈസ്. ഇതിവിടെ കിടക്ക്, ഇത് ഇങ്ങോട്ടേക്ക് കിടക്ക്. തൽക്കാലത്തിനാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് തന്നെ വെക്കും. ആ സെയിം സ്ഥലത്തേക്കല്ല, ഫ്രിഡ്ജ് ഇങ്ങോട്ട് പോവാം. അത് ഇവിടെ കിട. ഇനി നമുക്ക് ഈ ഷെൽഫ് എടുത്ത് അങ്ങോട്ടേക്ക് വെക്കാം. ഇതിൻ്റെ നടുവിലിരുന്നോട്ടെ നമ്മുടെ ഏത് പുതിയ സാധനമല്ല, അതിനെക്കൊണ്ട് നമ്മൾ നടുവിൽ തന്നെ അതിനെ നിർത്തിയിട്ടുണ്ട്. നമുക്കിത് ഇങ്ങോട്ടേക്ക് വെക്കാം ഗൈസ്, നമ്മളെ ഈ ഷെൽഫ്. ഇനി നമുക്ക് പോയി ബില്ലടിച്ച് കൊടുക്കാം ഗൈസ് എല്ലാവർക്കും. ഒരു പാസ്ത, മറ്റേ ബ്ലാക്ക് സാധനം, പിന്നെ 2 ബ്രെഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, ചേഞ്ച് ലേസ് നമുക്ക് തിരിച്ച് പറഞ്ഞുവിടാം. 8 ഒരു മറ്റേ മുട്ട വാങ്ങാൻ പറയുന്നുണ്ട്. മുട്ട വാങ്ങിച്ചിട്ട് അവിടെ വെക്കണം നമുക്കിനി. എന്തായാലും നമുക്ക് ബില്ലടിച്ച് കൊടുക്കാം ഗൈസ്. ഓക്കെ, 13.13. ഓക്കെ, അടുത്ത ബില്ലടിക്കാം. ഇയാൾ നല്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. $24. 24 എത്ര സെൻറ്റാണ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി 39 സെൻറ്റ്. അടുത്തത് 23.39 സെൻറ്റ്. ഓക്കെ, 2 പാസ്ത, 3 പാസ്ത, എത്ര പാസ്തകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല കച്ചവടം ഉണ്ട് ഗൈസ്. വാങ്ങിച്ചതിന് അത്രയൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മതി എന്ന് തോന്നുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയാം. എല്ലാവർക്കും ഗുഡ് ബൈ. പോകുന്നതിൻ്റെ പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.